പണ്ട് പണ്ട് ഇന്ത്യയിൽ നിന്ന് ലണ്ടനിലെ ഒരു സ്കൂളിൽ പഠിക്കാൻ പോയ കൊച്ചുമിടുക്കിയായിരുന്നു സാറ. സാറയുടെ അച്ഛന് അവളെ ജീവനായിരുന്നു. അദ്ദേഹം അവൾക്ക് പട്ടുടുപ്പുകളും ഒരുപാട് കളിപ്പാട്ടങ്ങളും വാങ്ങി നൽകി. പക്ഷെ സാറയ്ക്ക് ഏറ്റവും ഇഷ്ടം അവളുടെ എമിലി എന്ന പാവക്കുട്ടിയായിരുന്നു. സാറ എമിലിയോട് വിശേഷങ്ങൾ പറയും, കഥകൾ പറഞ്ഞു കൊടുക്കും. എൻ്റെ എമിലി എല്ലാം ശ്രദ്ധിച്ചു കേൾക്കും എന്നായിരുന്നു സാറ പറയുക. സാറ ഒരു ഭയങ്കര കഥാകാരിയായിരുന്നു കേട്ടോ. അവളുടെ കഥകൾ കേൾക്കാൻ കൂട്ടുകാരെല്ലാം ചുറ്റും കൂടും. അവളുടെ സംസാരവും പെരുമാറ്റവും കണ്ടിട്ട് എല്ലാവരും അവളെ സ്നേഹത്തോടെ വിളിച്ചു രാജകുമാരി സാറ. പക്ഷെ പെട്ടെന്നൊരു ദിവസം സാറയുടെ ലോകം നിശ്ചലമായി. ഒട്ടും പ്രതീക്ഷിക്കാത്ത ഭയങ്കരമായ ഒരു സങ്കടവാർത്ത അവളെ തേടിയെത്തി. ആ വാർത്ത അവളുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചു. അതുവരെ ഒരു രാജകുമാരിയെ പോലെ കഴിഞ്ഞിരുന്ന സാറയ്ക്ക് അവളുടെ പ്രിയപ്പെട്ട പുസ്തകങ്ങളും പട്ടുടുപ്പുകളും എല്ലാം നഷ്ടമായി. സ്കൂളിലെ ഏറ്റവും താഴത്തെ മുറിയിൽ നിന്ന് കെട്ടിടത്തിൻ്റെ മുകളിൽ ആരും വരാത്ത തണുപ്പും പൊടിയും നിറഞ്ഞ ആ പഴയ തട്ടിൻപുറത്തെ കൊച്ചു മുറിയിലേക്ക് അവൾക്ക് മാറേണ്ടി വന്നു. വിശപ്പും കൊടും തണുപ്പും കൊണ്ട് അവൾ ഏറെ കഷ്ടപ്പെട്ടു. ജീവിതത്തിൽ അതുവരെ അറിയാത്ത ഒറ്റപ്പെടലും വേദനയും അവൾ അനുഭവിച്ചു. എങ്കിലും അവളുടെ ആ പഴയ പാവക്കുട്ടി എമിലി മാത്രം ആ തട്ടിൻപുറത്ത് എപ്പോഴും അവൾക്ക് കൂട്ടായിട്ടുണ്ടായിരുന്നു. എത്ര വലിയ കഷ്ടപ്പാടായാലും ഒരു ഭിക്ഷക്കാരിയായി അറിയപ്പെടാൻ സാറ ആഗ്രഹിച്ചിരുന്നില്ല. വിശന്ന് പൊരിഞ്ഞിരിക്കുമ്പോഴും തന്നെക്കാൾ പാവപ്പെട്ട തെരുവുകുട്ടികളെ കണ്ടാൽ തൻ്റെ കൈവശമുണ്ടായിരുന്ന ഭക്ഷണം കൂടി അവർക്ക് പകുതി നൽകാൻ അവൾക്കൊരിക്കലും മടിയുണ്ടായിരുന്നില്ല. തനിക്ക് കിട്ടുന്ന ചെറിയ ഇടവേളകളിൽ ബെക്കിയുടെ ഭാരം കുറയ്ക്കാൻ അവളെ സഹായിക്കാനും ആ ഇരുട്ട് നിറഞ്ഞ തണുപ്പുള്ള മുറിയിൽ എമിലിക്ക് കഥകൾ പറഞ്ഞു കൊടുക്കാനും അവൾ എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു. പക്ഷേ സാറ അറിയാതെ അവളുടെ ജീവിതത്തിൽ വീണ്ടും ഒരുപാട് സന്തോഷം കൊണ്ടുവരുന്ന ഒരു മാജിക്കൽ സർപ്രൈസ് അവളെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ഒരു ദിവസം വീണ്ടും സാറ രാജകുമാരിയാവാൻ പോകുന്ന തരത്തിലുള്ള സർപ്രൈസ്. എന്താണ് ആ സർപ്രൈസ് എന്നൊക്കെ നിങ്ങൾക്ക് അറിയണ്ടേ? ഫ്രാൻസിസ് ഹോഡ്സൺ ബർണറ്റ് എഴുതിയ എ ലിറ്റിൽ പ്രിൻസസ് എന്ന ഈ കഥ ലോകമെമ്പാടുമുള്ള കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ട ഒരു വേൾഡ് ക്ലാസിക് സ്റ്റോറിയാണ്. അപ്പം നിങ്ങൾ ഓരോരുത്തരും ഈ പുസ്തകം വായിച്ചു നോക്കുക. പുസ്തകം വായിച്ചതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും പറയണം കേട്ടോ.